Hi dear friends, good morning to all. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു നല്ലൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് പഠിക്കണമെന്ന നല്ല ആ ലക്ഷ്യത്തോടുകൂടി ഈ ക്ലാസ്സിനെ സമീപിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് കുറേ അധികം പേർക്ക് ഈ ക്ലാസ് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് കമൻസ് വരികയുണ്ടായി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഏതാണ്ട് നിർത്തിപ്പോയൊരു ചാനലായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഏതാണ്ട് ഏറെക്കുറെ വേണ്ടെന്ന് വെച്ച് പോയിരുന്നായിരുന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവരാവശ്യപ്പെട്ടതനുസരിച്ച് മാത്രം നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. അതിനെ വേണ്ട രീതിയിൽ സമീപിക്കുന്ന കുറേ അധികം ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും തന്നെ അറിഞ്ഞിട്ടില്ല നമ്മുടെ ക്ലാസ് പുതുതായി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഈ ക്ലാസ് വീഡിയോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും കൂടിയതിന് ശേഷം എന്തെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയുവാനുള്ളത്, നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് ഒരു പ്രശ്നമേ അല്ല. ഇത് വലിയ കാര്യമാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും ഇതൊരു പ്രശ്നമല്ല എന്നത് നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരുടെ ആ ഭയത്തിൽ നിന്ന് നമുക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരുവാൻ, നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നത് നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിനായി നമുക്ക് കുറച്ച് സെൻറ്റൻസ് ആദ്യമേ പഠിക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അതാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സെൻറ്റൻസുകൾ മാത്രം, അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി പറഞ്ഞു നോക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്രയധികം കാര്യങ്ങൾ ഈ വെറും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 അല്ല 6 മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ട കാര്യമില്ല. അതിലൂടെ നിങ്ങൾക്ക് എത്രയധികം കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും എന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കൂ. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതെന്നൊന്ന് നോക്കൂ. ഇതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സെന്റൻസുകൾ. ആദ്യത്തേത് പ്ലീസ് ട്രൈ വൺസ് അഗെയിൻ. പ്ലീസ് ട്രൈ വൺസ് അഗെയിൻ എന്ന ഈ സെന്റൻസിന്റെ മലയാളം മീനിങ് ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ശ്രമിക്കൂ എന്നാണ്. ഈ ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ശ്രമിക്കൂ എന്ന് നമ്മുടെ ഈ ഒരു സെന്റൻസ് വെച്ച് നമുക്ക് എത്രയധികം സെന്റൻസുകൾ നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ശ്രമിക്കൂ എന്ന് മാത്രമായിരിക്കുകയില്ല നമുക്ക് പറയേണ്ടി വരുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിനൊത്ത് നമുക്ക് വാക്കുകൾ മാറ്റി മാറ്റി പറയേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗോ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പോകുക. റൈറ്റ് എന്ന് പറഞ്ഞാല് എഴുതുക. തിങ്ക് എന്ന് പറഞ്ഞാല് ചിന്തിക്കുക. ഡു എന്ന് പറഞ്ഞാലോ ചെയ്യുക. നമ്മൾ പറഞ്ഞു വരുമ്പോൾ പ്ലീസ് ട്രൈ എന്ന ഈ വെർബ്, ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ശ്രമിക്കുക എന്ന ഈ പ്രവൃത്തിക്ക് പകരമായി നമ്മുടെ അവസരത്തിനൊക്കെ നമുക്ക് എന്താണോ സംസാരിച്ചു വരുമ്പോൾ നമുക്ക് എന്താണോ പറയേണ്ടത് ആ വാക്ക് ഇവിടെ കയറ്റിയിടുക. അതായത് പ്ലീസ് ട്രൈ വൺസ് അഗെയിൻ എന്ന് ദയവേത് ഒരിക്കൽ കൂടി ശ്രമിക്കൂ എന്നതിന് പകരം ദയവേത് ഒരിക്കൽ കൂടി പോകൂ എന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ വെർബ് എടുത്ത് ഇവിടെ ഇടുക. ഈ ട്രൈ അങ്ങ് അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്ലീസ് ഗോ വൺസ് അഗെയിൻ, ദയവേത് ഒരിക്കൽ കൂടി പോകൂ എന്നായി. 2 സെന്റൻസ് പഠിച്ചു നമ്മളില്ലേ? അതുപോലെ ഇങ്ങോട്ട് നോക്കൂ. പ്ലീസ് റൈറ്റ് വൺസ് അഗെയിൻ, ദയവേത് ഒരിക്കൽ കൂടി എഴുതൂ. ദയവേത് ഒരിക്കൽ കൂടി ചിന്തിക്കൂ. പ്ലീസ് തിങ്ക് വൺസ് അഗെയിൻ. അതുപോലെ പ്ലീസ് ഡു വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി ചെയ്യൂ. ഇങ്ങനെ നമ്മൾ അവസരത്തിനൊത്ത് നമുക്ക് ഈ വെർബ് മാറിയാൽ നമുക്ക് എത്ര സെന്റൻസുകൾ, ഈ ഒരൊറ്റ സെന്റൻസ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ അതിനുശേഷം നമുക്ക് എത്ര സെന്റൻസ് സ്വന്തമായിട്ട് പറയുവാൻ സാധിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അവസരത്തിനൊത്ത് വേണം നമ്മൾ വെർബുകളെ കയറ്റി ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഒരു പ്രശ്നമേ അല്ല എന്നത് ഇത് ഒന്നാമത്തെ ഉദാഹരണമല്ലേ? അതുപോലെ നമുക്ക്
നമുക്ക് യു ക്യാൻ ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. നമുക്ക് മിക്കവാറും എല്ലാവരോടും നമ്മൾ പറയുന്ന നിനക്ക് എന്നെ എന്നാ പറഞ്ഞാലും എങ്ങനെയാണെങ്കിലും നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ, ലെറ്റ് ഹെർ സ്ലീപ്. ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ, ലെറ്റ് ഹെർ സ്ലീപ് എന്ന് പറഞ്ഞാൽ അവളെ ശല്യപ്പെടുത്തരുത്, അവൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇവിടെയും നമ്മൾ ഈ ഹെറിന് പകരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിമ്മ് പഠിച്ചിട്ടുണ്ട്, മീ പഠിച്ചിട്ടുണ്ട്, ദം പഠിച്ചിട്ടുണ്ട്. അതല്ല ഹെറിന് പകരം ഹിമ്മാണെങ്കിലോ, ഹിമ്മാണെങ്കിൽ അവനെ, ദം അവരെ. അതുപോലെ ഡോണ്ട് ഡിസ്റ്റർബ് ഹിം, അവനെ ശല്യപ്പെടുത്തരുത്, ലെറ്റ് ഹിം സ്ലീപ്. ഈ ഹെറിന്റെ സ്ഥാനത്ത് ഹിം ചേർത്താൽ അവളെ എന്നതിനു പകരം അവനെ ശല്യപ്പെടുത്തരുത്, അവൻ ഉറങ്ങട്ടെ എന്നായി അല്ലേ. അതുപോലെ ഡോണ്ട് ഡിസ്റ്റർബ് ദം, അവരെ ശല്യപ്പെടുത്തരുത്, ലെറ്റ് ദം സ്ലീപ്, അവർ ഉറങ്ങട്ടെ എന്നായി. ഇത് അതിന്റെ പ്രൊനൗൺ നമ്മൾ ചേർത്തത്. പക്ഷേ ഇതാണ് ഡിസ്റ്റർബ് എന്നുള്ള ഇത് അതേപടി പറഞ്ഞിട്ട് ഡോണ്ട് ഡിസ്റ്റർബ് എന്നതിന്റെ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി അതേ പറയാ. ലെറ്റ് ഹെർ സ്ലീപ്പ് എന്ന വാക്കിന് പകരം നമ്മൾ ഇതിലേതു വാക്ക് ഉപയോഗിച്ചാലും ഇതിന്റെ മുഴുവൻ മീനിങ്ങും മാറുന്ന രീതിയിൽ നമുക്ക് പുതിയൊരു സെന്റൻസ് പറയുവാൻ സാധിക്കും. അതായത് ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ എന്ന് പകരം ലെറ്റ് ഹെർ സ്ലീപ്പ് എന്നതിന് പകരം ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ, ലെറ്റ് ഹെർ സ്റ്റഡി. അവളെ ശല്യപ്പെടുത്തരുത്, അവൾ പഠിക്കട്ടെ. ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ, ലെറ്റ് ഹെർ ഗോ. അവളെ ശല്യപ്പെടുത്തരുത്, അവൾ പോകട്ടെ. ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ, ലെറ്റ് ഹെർ റൈറ്റ്. ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ, ലെറ്റ് ഹെർ തിങ്ക്. ഇതിന്റെ എല്ലാം വാക്കുകളുടെ അർത്ഥം അറിയാമെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മളുടെ എന്താണോ നമുക്ക് പറയേണ്ടത് ആ പറയേണ്ട വാക്കുകൾക്ക് അതിന് നമ്മൾ നമുക്ക് സംസാരിക്കേണ്ടത് വാക്കുകൾ അവസരം, നമ്മുടെ അവസരത്തിനൊത്ത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ വാക്കുകൾ ചേർത്ത് ഉപയോഗിക്കാം. ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നാൽ ഡോണ്ട് ഡിസ്റ്റർബ് ദം, ലെറ്റ് ദം റൈറ്റ്. അവരെ ശല്യപ്പെടുത്തരുത്, അവർ എഴുതട്ടെ. ഡോണ്ട് ഡിസ്റ്റർബ് ദം, ലെറ്റ് ദം തിങ്ക്. അവരെ ശല്യപ്പെടുത്തരുത്, അവർ ചിന്തിക്കട്ടെ. ഇങ്ങനെ ഓരോ വാക്കുകളും മാറ്റി മാറ്റി പറയുക. അതുപോലെ തന്നെ ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ എന്ന് പറഞ്ഞാൽ അവളെ ശല്യപ്പെടുത്തരുതെന്ന്. അതുപോലെ മീ, എന്നെ ശല്യപ്പെടുത്തരുത് എന്നതിന് മറ്റൊരു വാക്കാണിത്, ലീവ് മീ അലോൺ. ലീവ് മീ അലോൺ എന്ന് പറഞ്ഞാല് മീനിങ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് തന്നെ മീനിങ് വരും. അതായത് ലീവ് മീ അലോൺ, എന്നെ ഒന്ന് തനിയെ വിടാമോ എന്ന്. അതായത് എന്നാണ്, നമ്മള് വേറെ ആരുടെയും സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് തനിച്ചിരിക്കണം. ഡോണ്ട് ഡിസ്റ്റർബ്, അതിന് നമ്മളെ ശല്യപ്പെടുത്താതെ ഒന്ന് ലീവ് മീ അലോൺ, എന്നെ തനിയെ ഒന്ന് വിടാമോ എന്ന്. അതിന്റെ ഇന്നർ മീനിങ് ആണ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന്. ലീവ് മീ അലോൺ, ലെറ്റ് മീ സ്റ്റഡി അബൌട്ട് ഇറ്റ് വെൽ എന്ന് പറഞ്ഞാലോ, ഞാൻ അതിനെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ നന്നായി ഞാനൊന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കട്ടെ. ഈ സ്റ്റഡി എന്നതിന് ഇവിടെ തിങ്ക് എന്ന മീനിങ്ങും കൂടെ വരും. ഞാൻ അതിനെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നന്നായി ഒന്ന് ആലോചിക്കട്ടെ അതിനെക്കുറിച്ച്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ലീവ് മീ അലോൺ, എന്നെ ഒന്ന് തനിച്ച് വിടുക. അതായത് തനിച്ച് വിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ ശല്യപ്പെടുത്തരുത്. ലെറ്റ് മീ സ്റ്റഡി അബൌട്ട് ഇറ്റ് വെൽ, ഞാൻ അതിനെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നന്നായി അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ഈ സ്റ്റഡിക്ക് ഇവിടെ തിങ്ക് എന്ന മീനിങ് കൂടെ വരും കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അത് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, യു ടേക്ക് യുവർ ഓൺ ടൈം. ശരി, നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം സമയം എടുത്തോളൂ. നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം മതി എന്ന് പറയാം. ഇതാണ് നമ്മൾ പഠിച്ചത്. വെറും ഈ ചെറിയ കുറച്ച് സെന്റൻസുകൾ മാത്രം പഠിച്ച് കുറെ അധികം വാക്കുകൾ കൂടി നമ്മൾ ചേർത്താൽ ഈ ഹിമ്മ്, ദമ്മ്, ഹെറ്, മീ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഈ വാക്കുകളെല്ലാം കൂടി, ഈ വെർബുകളെല്ലാം കൂടി നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം, നമ്മൾ പഠിക്കുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ സെന്റൻസിന്റെ അർത്ഥം എന്ത് എന്ന് നമുക്ക് നന്നായി ബോധ്യമുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ
പറയുവാൻ നമ്മൾ എന്താണോ പറയേണ്ടത്, നമുക്ക് എന്താണോ പറയേണ്ടത് ആ വെർബ് ചേർത്ത്, അല്ലെങ്കിൽ നമുക്ക് ആരോടാണോ പറയേണ്ടത് അവരുടെ പേര് ചേർത്ത് അവരെ, അല്ലെങ്കിൽ അവനെ, അല്ലെങ്കിൽ അവളെ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് പോകാം. ഡോണ്ട് ഡിസ്റ്റർബ് രാം, രാമിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ലെറ്റ് ഹിം സ്ലീപ്, അവൻ ഉറങ്ങട്ടെ. അതുപോലെ അവര് രണ്ടുപേരുടെ പേര് പറഞ്ഞു വെച്ച് ഡോണ്ട് ഡിസ്റ്റർബ് ദം, അങ്ങനെ നമുക്ക് പറയാം. ലെറ്റ് ദം ഏത് പണി വേണേ ചെയ്യട്ടെ എന്ന്. ഈ ഇതിൽ ഏതാണെങ്കിൽ നമുക്ക് പറയേണ്ടത് ഏതാണോ അതിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് സാധിക്കും. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന കാര്യം നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ സെൻറ്റൻസുകൾ മാറ്റി മാറ്റി പറഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പഠിക്കണം. ഇതൊരു വലിയ കാര്യമല്ല എന്ന കാര്യം നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ളവർക്ക് കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് ശ്രമിക്കണം. അത് നമ്മൾ ഈ പഠിക്കുന്ന ആൾക്കാരും അത് തന്നെയല്ല, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് നമ്മളത് ബോധ്യപ്പെടുത്തുകയും കൂടെ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇറ്റ്. ആൻഡ് ഇഫ് യു like this video or class, if you can understand anything from this, you please don't forget to like it. Okay, if you have anything to say, you just comment in this comment box. Okay, goodbye till we meet again in the next class with more details about this English talking facilities. Okay, see you.